ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇപ്പോൾ നിലവിൽ കുറേ നിരാശ നൽകുന്ന ന്യൂസുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത്. ക്വാമെ പെപ്രയുടെ ഇഞ്ചുറി ന്യൂസ് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിറ്റ് ഇഞ്ചുറി ആണെന്ന തരത്തിലുള്ള ന്യൂസുകൾ പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ നെഗറ്റീവ് ന്യൂസുകളാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ എങ്ങനെയായാലും അതിൻ്റെ ഇടയിലൂടെ കുറച്ച് പോസിറ്റീവായിട്ടുള്ള ന്യൂസുകൾ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ തേടി വരുന്നുണ്ട്. അപ്പോൾ എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഇഞ്ചുറിയുടെ പിടിയിലായിരുന്ന വിപിൻ മോഹനൻ തിരിച്ച് ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഫ്രെഡിയും ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്, മിഡ്ഫീൽഡറായ താരം. അപ്പോൾ ഫ്രെഡി അറിയാം ആക്സിഡൻ്റൊക്കെ ആയിട്ട് ആകെ 2-3 മത്സരമാണ് ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത് തുടക്കത്തിൽ. അതിനുശേഷം ഇഞ്ചുറി പറ്റി കാലിന്, പിന്നെ അതോടൊപ്പം തന്നെ ആക്സിഡൻറ്റ് കൂടിയായി. അങ്ങനെ വലിയൊരു ഇതിലായിരുന്നു ഫ്രെഡിയൊക്കെ. ഇപ്പോൾ ഇങ്ങനെ ഫ്രെഡിയും തിരിച്ചെത്തിയിട്ടുണ്ട്. 2 താരങ്ങളും ഇൻഡിവിജ്വൽ ട്രെയിനിങ് ആരംഭിച്ചിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സ് ഒഫീഷ്യലായിട്ട് പുറത്തിട്ടുണ്ട് അവരുടെ ഒരു ഫോട്ടോസും കാര്യങ്ങളൊക്കെ ട്രെയിനിങ് ആരംഭിച്ചതിൻ്റെ. അതുപോലെ തന്നെ ഇഷാൻ പണ്ഡിറ്റ് ഇഞ്ചുറി ആണെന്നുള്ള ന്യൂസുകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇഷാൻ പണ്ഡിറ്റ് ഇഞ്ചുറി കാര്യങ്ങളൊന്നുമില്ല. താരം തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. താരം തിരിച്ച് ടീമിനോടൊപ്പം ട്രെയിൻ ചെയ്യുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ച് ഇത്രയും നെഗറ്റീവായിട്ടുള്ള പല ന്യൂസുകളും ഉള്ളതെടുത്ത് ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചൊക്കെ. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ അഭിപ്രായമൊക്കെ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തുക. അപ്പോൾ വീഡിയോ അവസാനിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.